നമസ്കാരം. എങ്ങനെയാണ് പല്ലുവേദന വരുന്നത്? എന്തൊക്കെയാണ് അതിനുള്ള കാരണങ്ങൾ? ഈ ഒരു ക്വസ്റ്റ്യൻ പലപ്പോഴായി പലരും ചോദിക്കാറുണ്ട്. അതിന് ഒരു ചെറിയൊരു വീഡിയോയിലൂടെ മറുപടി നൽകിയാണ് ഞങ്ങളുടെ ഉദ്ദേശം. പല്ലുകളിലുണ്ടാവുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു അസുഖമാണ് ടൂത്ത് ഡീക്കേ അല്ലെങ്കിൽ പല്ല് കേടാവുക. ഇത് പല്ലിൻ്റെ ഉൾഭാഗമായ പല്ലിൻ്റെ മജ്ജ അല്ലെങ്കിൽ പൾപ്പിലേക്ക് എത്തിക്കഴിയുമ്പോൾ ശക്തിയായ രീതിയിലുള്ള പല്ലുവേദനയ്ക്ക് കാരണമായി മാറിയേക്കാം. കേടുവരുന്നത് കൂടാതെ പല കാരണങ്ങൾ കൊണ്ടും ഇനാമലും ഡെൻറ്റിനും ഡാമേജ് സംഭവിക്കാം. അട്രീഷൻ, അബ്രേഷൻ, അബ്ഫ്രാക്ഷൻ, ഇറോഷൻ തുടങ്ങിയ പല പേരുകളിൽ ഇത് കാണപ്പെടുന്നു. അട്രീഷൻ എന്നാൽ പല്ലുകളിൽ തേയ്മാനം സംഭവിക്കുന്നതാണ്. ശക്തിയായിട്ടുള്ള തെറ്റായ രീതിയിലുള്ള ബ്രഷിംഗ് ടെക്നിക്കും ചില ഹാബിറ്റുകൾ കൊണ്ടും ഇത് സംഭവിക്കാം. അബ്രേഷൻ ശരിയല്ലാത്ത രീതിയിലുള്ള ബ്രഷിംഗ് ടെക്നിക്ക് കാരണം പല്ലിൻ്റെ കഴുത്ത് ഭാഗത്തെ ഇനാമൽ നഷ്ടപ്പെടുത്തുന്നതിന് കാരണമായേക്കാം. ക്ലെഞ്ചിങ്, പല്ല് തമ്മിൽ ഇറുമുന്നതിനാണ് ക്ലെഞ്ചിങ് എന്ന് പറയുന്നത്. രാത്രി ഉറങ്ങുമ്പോൾ പല്ല് കടിക്കുന്നതിന് ബ്രക്സിസം തുടങ്ങിയ ഹാബിറ്റുകളും ഇനാമലിന് ഡാമേജ് ഉണ്ടാക്കാം. ഇറോഷൻ, ആസിഡ് അറ്റാക്കുകൾ കൊണ്ട് ഇനാമൽ നഷ്ടപ്പെടുന്നതിനാണ് ഇത് പറയുന്നത്. ഇത് ശരിയല്ലാത്ത രീതിയിൽ അമിതമായുള്ള കാർബണേറ്റഡ് ഡ്രിങ്ക്സിൻ്റെ ഉപയോഗം, ആസിഡ് റീഗർജിറ്റേഷൻ പോലുള്ള അസുഖങ്ങൾ കൊണ്ട് വന്നേക്കാം. മറ്റൊരു അസുഖമാണ് ഗം ഡിസീസ്. ഇത് ഇനീഷ്യൽ സ്റ്റേജസിൽ ഇതിനെ ജിഞ്ചൈവറ്റിസ് എന്ന് പറയുന്നു. മോണയിൽ നിന്നുള്ള ബ്ലീഡിങ് പോലെയുള്ളതായിരിക്കും ഇതിന് കാണിക്കുന്ന ആദ്യത്തെ സിംറ്റംസ്. ചികിത്സിച്ചില്ലെങ്കിൽ ഇത് കൂടുതൽ സിവിയറായിട്ടുള്ള പെരിയോഡോണ്ടൽ ഡിസീസിലേക്ക് പ്രോഗ്രസ് ചെയ്യുന്നതും പല്ലുകൾക്ക് ഇളക്കം സംഭവിക്കുന്നതിനും കാരണമായി മാറിയേക്കാം. മറ്റൊരു പ്രശ്നം കണ്ടുവരുന്നത് ആബ്സസ് അല്ലെങ്കിൽ സ്വെല്ലിംഗ്. ഇത് മോണരോഗം കൊണ്ടുള്ള സ്വെല്ലിങ്ങോ പല്ലിൻ്റെ ഇൻഫെക്ഷൻ കൊണ്ടുള്ള സ്വെല്ലിങ്ങോ ആയി സംഭവിക്കാറുണ്ട്. മറ്റൊരു കോമൺ ആയിട്ടുള്ള പ്രശ്നം ഇമ്പാക്റ്റഡ് ടൂത്താണ്. വിസ്റ്റം ടീത്താണ് സാധാരണ രീതിയിൽ ഇമ്പാക്റ്റഡായി കാണപ്പെടുന്നത്. 17-18 വയസ്സ് കഴിഞ്ഞ് വരുന്ന പല്ലായതുകൊണ്ട് അതിന് സ്ഥലം കിട്ടാതെ വരുമ്പോൾ അത് ചെരിഞ്ഞു വരികയും അത് പുറത്തേക്ക് വരാൻ ശ്രമിക്കുമ്പോൾ ശക്തിയായിട്ടുള്ള വേദന വരുന്നതും സാധാരണമാണ്. ഇമ്പാക്റ്റഡ് ടൂത്ത് സാധാരണയായി വിസ്റ്റം ടീത്തിലാണെങ്കിലും മറ്റു പല പല്ലുകളിലും കാണാറുണ്ട്. ഇതൊക്കെയാണ് സാധാരണ രീതിയിൽ കാണുന്ന പ്രശ്നങ്ങൾ.